Guys, welcome back to my YouTube channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് +1 2026-27 സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. സോ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് റീഡർ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുതിയ ഒരു രൂപം എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി കോഴ്സ് പാർട്ട് 1 ഇംഗ്ലീഷ് +1. ഓക്കെ, സോ 2026 ടെക്സ്റ്റ് ബുക്കാണ് ഇത്. നമുക്കിനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോണ്ടൻസ് എന്തൊക്കെയാണ്, യൂണിറ്റ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെയാണ്. സോ നമ്മൾക്കിത് കണ്ടാൽ മനസ്സിലാകും നമുക്ക് പഠിക്കാനുള്ളത് 5 യൂണിറ്റ്സ് ആണ്. 1 മുതൽ 5 വരെയുള്ള യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ +1 ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, +1 ലാസ്റ്റ് ഇയർ വരെ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു? 19 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 16 ചാപ്റ്റേഴ്സായിട്ട് അവർ ചുരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ 19 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അത്രയും 19 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ നല്ലൊരു മാറ്റം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? നല്ലൊരു മാറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മളുടെ കോണ്ടൻസ് നോക്കുവാണെങ്കിൽ തുടങ്ങുന്നത് ഒരു പ്രെല്യൂഡ് വെച്ചാണ്. പ്രെല്യൂഡ് വാട്ട് ഐ ഹാവ് ലിവ് ഫോർ എന്ന് പറയുന്ന ഒരു പ്രെല്യൂഡ് വെച്ചാണ് നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത യൂണിറ്റ്സിൻ്റെ ടൈറ്റിൽസിലേക്കും അതിനകത്തുള്ള എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ഒക്കെ നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്ക് അനാലിസിസിലേക്ക് പോകാം. സോ the first unit is titled as The Mirror Within. The Mirror Within. ഓക്കെ, ആ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഫുഫി, ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് സോ മച്ച് ഹാപ്പിനെസ്, ആൻഡ് ദ തേർഡ് ചാപ്റ്റർ ഈസ് ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം. ടൈംലെസ് ട്രഷേഴ്സ് എന്നാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ വരുന്നത്. അതിൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. സോ ആ ചാപ്റ്റേഴ്സിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. എ ഡ്രോട്ട് ഓഫ് കൈൻഡ്നസ്, ഓസിമാൻറ്റിയസ്, ക്ലാസിക് കാസ്, പോയട്രി ഓൺ വീൽസ്, എ റിട്രീവ് റെഫർമേഷൻ. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇനി നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ്. സോ ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീഡിയ മെറ്റലി എന്നാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൻ്റെ ടൈറ്റില്. സോ അതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. വിമൻസ് വേൾഡ്, ദ വിഡോ ഈസ് ബ്ലർഡ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ, ninth chapter, and the 10th chapter in the unit 3 is What a Wonderful World. So ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ തേർഡ് യൂണിറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളിൻ്റെ ഫോർത്ത് യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇൻ ടു ദി അൺസീൻ എന്നാണ് നമ്മളുടെ ടൈറ്റിൽ ഓഫ് ദി യൂണിറ്റ്. ആൻഡ് ദ ചാപ്റ്റേഴ്സ് ആർ Cat in an empty apartment, Radha, let's live with them. സോ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫിഫ്ത്ത് യൂണിറ്റിൽ ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ടേസ്റ്റ് ആൻഡ് ട്രയൽസ് ആണ്. സോ അതിൽ 3 ചാപ്റ്റേഴ്സ്. അക്രോസ് ദ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ്, ദ ട്രബിൾ വിത്ത്
X, designing dreams. അപ്പോൾ ഇത്രയുമാണ് ഈ 16 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഒരു ഡോൾഫിനെ കണ്ടോ? അപ്പോൾ ആ ഒരു ഡോൾഫിൻ്റെ ഒരു ഇമേജസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലാസ്റ്റ് വർക്കിംഗ് സ്പേസിൽ അല്ലെങ്കിൽ എക്സസൈസിൻ്റെ ആ ഒരു ഏരിയാസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേര് നിയോ എന്നാണ്. ഒരു ഡോൾഫിൻ കമ്പാനിയൻ ഹിയർ ടു സ്വിം വിത്ത് ആൻ അസിസ്റ്റ് ടു യു ത്രൂ ദീസ് പേജസ് ഇൻഫർമേഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമുക്കുള്ളത്. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ഒരു ക്യുക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് കാണിച്ചു തരാം, ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് എന്നുള്ളത്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ. ഒരു ഇമേജസ് ഒക്കെ ഉണ്ട്. ഒരു നല്ലൊരു ടെക്സ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ലാംഗ്വേജിലാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു സ്റ്റഡി. സോ ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസ് ഒക്കെ ഇട്ട് തുടങ്ങാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.